ശ്രീമതി വീണ എസ് നായർ. ഇപ്പോൾ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, പരാതി ആർക്കും ഉണ്ടായിരുന്നില്ല, ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിലപാട് അതാണ്, പരാതി കിട്ടിയാൽ ഈ വിഷയത്തിൽ കേസെടുക്കും. ബാക്കി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് നടത്തുക എന്നുള്ളതാണ്, ഈ ശുപാർശകൾ നടപ്പാക്കാൻ. അത് വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്താനാണ് സിനിമയിലുള്ള. ഇത് ഈ പരാതി കിട്ടിയില്ല, അതുകൊണ്ട് മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സർക്കാരിന്റെ വാദം, അത് എത്രമാത്രം അംഗീകരിക്കാൻ പറ്റുന്നതാണ്? മന്ത്രിമാർ പോലും ഇക്കാര്യമാണ് പറയുന്നത്. ശ്രീ മഞ്ജുഷ്, പരാതി കിട്ടിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ നടപടി തുടങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. പരാതി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതിനകത്ത് ഇര തന്നെ കൊണ്ട് കൊടുക്കണമെന്നില്ല. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നതും റിപ്പോർട്ടിൽ എനിക്ക് നേരിട്ട് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 354 IPC ഉൾപ്പെടെയുള്ള സ്ത്രീത്വത്തിനെതിരെയുള്ള ഒഫൻസ് 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ഉൾപ്പെടെ അതിനകത്തുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇതിനകത്തൊരു FIR ഇടുന്നതിന് ഇതിനകത്ത് പോയി പറയണമെന്നില്ല. പക്ഷെ FIR ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊഴി കൊടുത്തിട്ടുള്ള വ്യക്തികൾ അവർ സ്വമേധയാ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോടോ പോലീസിനോടോ ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന് മുന്നോട്ടുള്ള അധികം സാധ്യതകൾ ഇല്ല. കാരണം നമുക്കറിയാം, സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണ പ്രകാരവും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരവും അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഫേം ചെയ്തിരിക്കുന്നത്. സ്വകാര്യതയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡാക്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ വോളിയം പുറത്തു വന്നിട്ടുമില്ല. എന്നതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ തുടങ്ങി വെക്കുവാൻ FIR വരെയും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയും. പക്ഷേ മുൻപോട്ട് പോകുമ്പോൾ ഇരകളായിട്ടുള്ള വ്യക്തികൾ പോലീസിനെ സമീപിച്ച് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അവരുടെ അനുഭവം പറയുന്നില്ല, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഇന്ത്യയിലെമ്പാടും സ്ത്രീകൾക്കെതിരെ സിനിമാ രംഗത്ത് ചൂഷണം നിലനിൽക്കുമ്പോഴും കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതുപോലെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുമായി അഭിനേത്രികളുടെ സംഘടന, അഭിനേത്രികൾ ഒത്തുകൂടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്കെമ്പാടും ഒരു മോഡലായി അത് വർത്തിക്കുകയുണ്ടായി. പക്ഷെ അതിനെ സംബന്ധിച്ച് പിന്നീട് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത്, ഇത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത് വരെ സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കുറച്ച് ഖേദകരമാണ്. നടപടി എടുക്കുവാൻ കഴിയും, FIR ഇടുവാൻ കഴിയും, നടപടിക്രമങ്ങൾക്ക് തുടക്കമിടുവാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നുണ്ടോ സർക്കാർ? ഇപ്പോൾ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജസ്റ്റിസ് ഹേമ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് 2020 തന്നെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്, ഒരു നിർദ്ദേശം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ന് ആവശ്യപ്പെട്ടവർക്ക് ഇതിന്റെ കോപ്പി നൽകാതിരുന്നത്. അപ്പോൾ അത് സർക്കാർ പറയുന്നുണ്ട് ഇപ്പോഴും ഇത് കോൺഫിഡൻഷ്യൽ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇതിൽ മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെയാണല്ലോ സർക്കാർ ഇതിനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ഇല്ല, കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി സംവദിക്കുവാനും അവരോട് അനുഭവം ഷെയർ ചെയ്യുവാനും പറയുന്ന അവസരത്തിലെല്ലാം എൻഷുർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി. അത് വളരെ പ്രസക്തവുമാണ്. കാരണം ഈ കുറ്റാരോപിതനായ വ്യക്തിയുടെ പേര് പുറത്തു പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഇരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുരനുഭവം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ചുള്ള കൺസേൺ വളരെ ഗൗരവകരമായിട്ട് തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. കാരണം വിഷയങ്ങൾ ഒരു ഇരയായി മാറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വിഷയം നിയമപരമായി അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുവാൻ അവർക്ക് വീഡിയോ താല്പര്യക്കുറവുണ്ടെങ്കിൽ, മൈനർ അല്ല എന്ന് ഓർക്കണം, ഇങ്ങനെയുള്ള അഭിനേത്രികൾ അവരെല്ലാം മേജർ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് കടക്കുവാൻ അവർക്ക് വൈമുഖ്യമുണ്ട് എങ്കിൽ അവരുടെ സ്വകാര്യത മാനിക്കാതെ അതിലേക്ക് കടന്നു കയറി ഒരു നിയമ പ്രക്രിയയുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ വീണ്ടും ഇര സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം. പക്ഷേ സ്വകാര്യത എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഇരയ്ക്കും ഭരണഘടനാപരമായിട്ട് മൗലിക അവകാശമായിട്ട് സ്വകാര്യത ഉള്ളതുകൊണ്ടും ആ സ്വകാര്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം പോലും ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയല്ല
ഇറ്റ്സ് ഓൺലി എ മിനിസ്റ്റീരിയൽ ഡിസിഷൻ. മിനിസ്റ്റീരിയൽ മന്ത്രി തലത്തിലുണ്ടായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി മാത്രമാണ്. ആ കമ്മിറ്റിയുടെ മുൻപിൽ കൊടുത്തിട്ടുള്ള മൊഴികൾക്കൊന്നും തന്നെ തെളിവ് മൂല്യമില്ല. ഇരകൾക്ക് പ്രത്യേക സംരക്ഷണം പോലും കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിൽ കിട്ടുന്ന തരത്തിൽ ഇവിടെ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടുകയില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി അല്ല. എന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇരയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രൈമായിട്ടുള്ള കൺസേൺ. ഇരയായി മാറ്റപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപോട്ട് വന്ന് ഈ അനീതിക്കെതിരെ പോരാടുവാൻ അല്ലെങ്കിൽ മൊഴി കൊടുക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അതുമായിട്ട് മുൻപോട്ട് പോകണം. ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കുമ്പോൾ തന്നെയും സമഗ്രമായിട്ട് സ്ത്രീ നേരിടുന്ന ഡിസ്ക്രിമിനേഷൻ എല്ലാ തലത്തിലും സിനിമയിൽ നേരിടുന്ന ആ ഡിസ്ക്രിമിനേഷനെതിരെയാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിനകത്ത് സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. കേസെടുത്ത് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അത് ആർക്കും കൊടുക്കാം. ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന്റെ അടുത്ത് പോയി അത് സംബന്ധിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് ശരി ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ ശ്രീ